الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إنها لظى نزاعة للشوى. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സദാ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ചിന്തിക്കുവാനും ആലോചിക്കുവാനും ആ വാർത്തകളെ കുറിച്ച് വിലയിരുത്തുകയും അതിൽ നിന്ന് വിശ്വാസികൾ എന്ന നിലക്ക് ഗുണപാഠങ്ങൾ ധാരാളമായി മനസ്സിലാക്കുവാനും കഴിയുക എന്നതാണ് വിശ്വാസികളോട് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഏത് കാര്യം സംഭവിച്ചാലും അതിൽ നിന്ന് നമുക്ക് എന്തു പാഠമാണ് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് ചിന്തിക്കുക. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ, പത്രങ്ങളിലുമൊക്കെ ഈ അടുത്ത കാലത്ത് മനുഷ്യരുടെ ചർച്ചകളിലുമൊക്കെ കൂടുതലായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് ചൂടും അതിന്റെ കെടുതികളും സംബന്ധിച്ച്. പരസ്പരം കാണുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, എന്തോ ഒരു ചൂടാണ്, വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും അതിശക്തമായ ചൂടാണ്. വെള്ളത്തിന്റെ ദൗർബല്യത പല നാടുകളിലും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹമായി മഴ അവൻ പിടിച്ചു വെച്ചാൽ ആരാണ് നിങ്ങൾക്ക് മഴയെ നൽകുക എന്ന ഖുർആനിന്റെ ചോദ്യം നമ്മൾ ആലോചിക്കണം. അള്ളാഹു അവന്റെ അനുഗ്രഹമായ മഴ നമ്മുടെ നാടിന് യഥേഷ്ടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും വലിയ പ്രതിസന്ധിയാണ് ചൂട് കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പലരുടെയും തൊലികൾ, കരിഞ്ഞ തൊലിപ്രതലങ്ങളുടെ ചിത്രങ്ങൾ ഈ അടുത്തായി നമ്മൾ കണ്ടു. യുപിയിലും അതുപോലെ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒറീസയിലും ഒക്കെ പല സ്ഥലങ്ങളിലും
വലിയ പ്രയാസങ്ങൾ, ചൂട്, കാറ്റ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് മരണം വരെ സംഭവിക്കുന്ന വാർത്തകൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുൻ വർഷങ്ങളെക്കാൾ കേരളത്തിലും ഈ ഉഷ്ണാവസ്ഥ, വേനലിന്റെ കഠിനമായ പ്രയാസങ്ങൾ നമ്മൾ ഈ വർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ മറികടക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നമ്മൾ നടത്താറുണ്ട്. ഫാനുകൾ ഉപയോഗിക്കുന്നു, AC കൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ കാറിലൊക്കെ AC ഇട്ടിട്ട് കുറെ സമയം അതിന്റെ ഉള്ളിൽ ചെലവഴിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ ഉറക്കമൊക്കെ വൈകിട്ട് ഉറങ്ങുന്നു, അതുപോലെ വിശാലമായ സ്ഥലത്ത് കിടന്നുറങ്ങുന്നു. ഇങ്ങനെ ആ ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. നട്ടുച്ചയ്ക്കൊക്കെ പുറത്തിറങ്ങാതെ ഇരിക്കുന്നു. ഈ നിലയ്ക്കൊക്കെ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴും ഇത്തരം ചൂട് കഠിനമാകുന്ന സാഹചര്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആ ചൂടിൽ നിന്ന് കുറെ ഗുണപാഠങ്ങൾ ഇസ്ലാം നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കുക എന്നതാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ വളരെ പ്രധാനമായും ചിന്തിക്കേണ്ട കാര്യം. കാലത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രവർത്തനമാണ്. അള്ളാഹുവാണ് കാലങ്ങളെ മാറ്റിമറിക്കുന്നത്, അത് നിശ്ചയിക്കുന്നത് റബ്ബാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലാവസ്ഥയെയും ശപിക്കുകയും ആ കാലാവസ്ഥയെ ചീത്ത പറയുകയും ചെയ്യുന്ന പരിപാടി ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യൻ ഒരിക്കലും ചേർന്നതല്ല എന്നാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ വ്യക്തമായി കാണാം, ലാ തസുബ്ബു ദഹറ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. ഫഇന്നല്ലാഹ ഹുവദ് ദഹർ, കാലം ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നതായി മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം 6003 നമ്പറായിട്ട് അവിടുത്തെ സ്വഹീഹിൽ ഹദീസ് കൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ സൃഷ്ടിയെ പഴിക്കുന്നവൻ സൃഷ്ടാവിനെയാണ് വെല്ലുവിളിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയെ ശപിക്കുന്നവൻ അള്ളാഹുവിന്റെ തീരുമാനത്തെയാണ് അവൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നാശം പിടിച്ച ചൂടാണ്, വല്ലാത്ത കഷ്ടമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശപിക്കുകയും ആ കാലാവസ്ഥയെ ചീത്ത പറയുകയും ചെയ്യുക എന്നതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ഓർക്കുക, വിശ്വാസി ശപിക്കുന്നവനല്ല. ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവിനെ സ്തുതിക്കുകയും സ്തുതികീർത്തനങ്ങൾ നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവനാകണം വിശ്വാസി എന്നത് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം അള്ളാഹു നൽകിയിട്ടുള്ള അവസ്ഥകളെ സ്വീകരിക്കുകയും അള്ളാഹു നൽകിയതിന്റെ ഹൈറുകളെ തൊട്ട് റബ്ബിനോട് തേടുകയും അതിന്റെ ഷെറുകളെ തൊട്ട് അള്ളാഹുവിനോട് ശരണം ചോദിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചൂടും ചൂടുകാറ്റും അതിന്റെ ഉഷ്ണവും അതിന്റെ പ്രയാസവും ഒക്കെ പലപ്പോഴും വളരെ വലിയ ദുരന്തങ്ങളായി പല നാടുകളിലും അവസ്ഥകളായി പറയപ്പെടുമ്പോൾ മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അത്തരം അവസ്ഥയിൽ അതിനെ പഴിക്കുന്നതിന് പകരം അതിന്റെ ഹൈറിനെ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഏതൊരു അനുഗ്രഹമാണെങ്കിലും അതൊരു കാറ്റാകട്ടെ, തണുത്ത കാറ്റാകട്ടെ, ചൂട് കാറ്റാകട്ടെ, ചൂട് കാലാവസ്ഥയാകട്ടെ, തണുത്ത കാലാവസ്ഥയാകട്ടെ, അതിന്റെ ഹൈറിനെ അള്ളാഹുവിനോട് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർരീഹു മിൻ റൗഹില്ലാഹ് തഅതി ബിർറഹ്മ വ തഅതി ബിൽ അദാബ്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഇത്തരം കാലാവസ്ഥകൾ. കാറ്റാകട്ടെ, അത് റബ്ബിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളേക്ക് കൊണ്ടുതരും, അല്ലെങ്കിൽ ഒരുപക്ഷെ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് വന്നേക്കാം. വൈദാ റഅയ്തുമൂഹാ വലാ തസുബ്ബൂഹാ, നിങ്ങൾ അതിനെ കണ്ടാൽ, നിങ്ങൾ അതിനെ അഭിമുഖീകരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ ഒരിക്കലും നിങ്ങൾ ചീത്ത പറയരുത്, മോശം പറയരുത്. വസലുല്ലാഹ ഖൈറഹ, അതിന്റെ നന്മയെ തൊട്ട് അള്ളാഹുവിനോട് ചോദിക്കണം. വസ്തഈദു ബില്ലാഹി മിൻ ശർരിഹാ, അതിന്റെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുകയും ചെയ്യണം. ഇതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ചൂട് കൂടുമ്പോൾ സഹോദരങ്ങളെ, അതൊരു വെറും പ്രകൃതി പ്രതിഭാസമല്ല എന്ന് വിശ്വാസികൾ തിരിച്ചറിയണം. ഇത് അള്ളാഹു നൽകുന്ന ഒരു അലാറമാണ്, ഇതൊരു സൈറനാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റബ്ബിലേക്ക് മടങ്ങാനുള്ള ഒരു അലാറമായിട്ടാണ് വിശ്വാസി അതിനെ കാണേണ്ടത്. അതിന്റെ നന്മ ലഭിക്കുവാനും അതിന്റെ തിന്മയിൽ നിന്ന് മോചനം ലഭിക്കുവാനും റബ്ബിനോട് തേടുകയും റബ്ബിലേക്ക് കൈ ഉയർത്തുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നതിന് പകരം അതിന്റെ യഥാർത്ഥ ഉറവിടത്തെ കണ്ടെത്തുക എന്നതാണ്. പരിശുദ്ധ ഇസ്ലാമിൽ അതിന്റെ ഉറവിടത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി പറഞ്ഞു, ഇദസ്തദ്ദൽ ഹർറു, ചൂട് കഠിനമായി കഴിഞ്ഞാൽ, വഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം,
അത് നരകത്തിന്റെ നിശ്വാസമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന ശിദ്ദത്തൽ ഹർരി, തീർച്ചയായും ആ നരകത്തിന്റെ നിശ്വാസമാണ് ചൂട്, അതിന്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. വസ്തഖത്തൻ നാറു, നരകം അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞു. റസൂലുള്ളാഹി പറയാണ്, ഇലാ റബ്ബിഹ, റബ്ബിലേക്ക് നരകം ആവലാതി പറഞ്ഞു. വഖാലത്ത് യാ റബ്ബി അഖല ബഅദി ബഅദ, നരകത്തിന്റെ ചില ഭാഗങ്ങൾ ആ തീ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഫഅദിന ലഹ, അതുകൊണ്ട് എനിക്ക് അനുവാദം നൽകണം. ബിനഫസൈൻ, രണ്ട് നിശ്വാസത്തിനുള്ള അനുവാദം നൽകണമെന്ന് അള്ളാഹുവിനോട് നരകം പറഞ്ഞു എന്നാണ്. നഫ്സിൻ ഫി ശിതാഇ വനഫസിൻ ഫി സ്വൈഫ്, ഒന്ന് ശൈത്യകാലത്തും ഒന്ന് ഉഷ്ണകാലത്തുമാണ്. വഅശദ്ദ മാ തജിദൂന മിനൽ ഹർരി വഅശദ്ദ മാ തജിദൂന മിൻ സംഹരീർ, അഥവാ ശൈത്യകാലത്തും അതുപോലെ ഉഷ്ണകാലത്തും നമ്മൾ അനുഭവിക്കുന്ന കടുത്ത തണുപ്പും കടുത്ത ചൂടും അതിന്റെ ഉഷ്ണവുമൊക്കെ അത് നരകത്തിന്റെ നിശ്വാസമാണെന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം, ബുഖാരിയുടെ 3260 ഹദീസും ഇമാം മുസ്ലിമിന്റെ 1432 ഹദീസായി അവിടുത്തെ സ്വഹീഹിൽ നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിനാണ് പരാതി പറയേണ്ടി വരുന്നത്? അത് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്ക് എന്തിനാണ് നിരാശപ്പെടുന്ന സാഹചര്യം? സൂര്യന്റെ ദൂരം അളന്ന് സമയം കളയാതെ അവനെ സംബന്ധിച്ചിടത്തോളം ഇത് നരകത്തിന്റെ നിശ്വാസമാണെന്ന് മനസ്സിലാക്കുന്ന, അതിന്റെ ഒരു വേവാണെന്നും അതിന്റെ ഒരു ചൂടാണെന്നും അതിന്റെ ഒരു പൊള്ളലാണെന്നും മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ കൈകൾ അള്ളാഹുവിലേക്ക് നീക്കുകയും അള്ളാഹുവിലേക്ക് ഉയർത്തുകയും റബ്ബിലേക്ക് മടങ്ങാൻ അത് കാരണമായി തീരുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി ഈ സാഹചര്യത്തിൽ അവന്റെ നിലപാടായി ഉണ്ടായിരിക്കേണ്ടത്. അതോടൊപ്പം പ്രിയമുള്ള സഹോദരങ്ങളെ, കഠിനമായ ചൂടിങ്ങനെ നമ്മളൊക്കെ ഉച്ച സമയത്ത് പുറത്തിറങ്ങിയാൽ നമ്മുടെ തൊലി പ്രതലങ്ങൾ പൊള്ളിപ്പോകുമാർ ചൂടനുഭവിക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്കൊക്കെ വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്. ബർസഖയായ ലോകത്തിന് ശേഷം മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ ഒരു ഹദീസിൽ പഠിച്ചു. അൽ-മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞു, തുദിന ശംസു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ അടുത്തേക്ക് സൂര്യനെ കൊണ്ടുവരപ്പെടും, സൃഷ്ടികളുടെ അടുത്തേക്ക് ഒരു മീൽ അകലെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് ധരിക്കുമ്പോൾ കാല സുലൈം ബിൻ ആമിർ, അദ്ദേഹം ആ സ്വഹാബി പറയുകയാണ്, അപ്പൊ വല്ലാഹി മാ അദ്രി മാ യഗ്നിമിൽ മീൽ, ഈ മീൽ എന്ന് പറഞ്ഞാൽ ദൂരമളക്കാൻ ഉപയോഗിക്കുന്ന മൈലാണോ, അതല്ലെങ്കിൽ സുർമ ഇടുന്ന കോലുണ്ടല്ലോ, ആ മസാഫത്തിൽ അർളി അമിൽ മീല്ലദി തുഖ്തഹൽ ബിഹിൽ ഐൻ, കണ്ണിന് സുർമ ഇടാൻ ഉപയോഗിക്കുന്ന കോലിന്റെ അളവാണോ എന്ന് എനിക്കറിയില്ല. അതേതാണെങ്കിലും ആ മനുഷ്യരൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് അവരവരുടെ വിയർപ്പിൽ തന്നെ മുങ്ങി നിൽക്കുന്ന വല്ലാത്തൊരു ഭീതിജനകമായ അവസ്ഥ പരലോകത്ത് വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വമിൻകും മയഖൂനു ഇലാ കഅബൈഹി, ചില ആളുകൾ അവരുടെ ഞെരിയാണി വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കും. വമിൻകും മയഖൂനു ഇലാ റഖബതിഹി, ചില ആളുകൾ അവരുടെ അരവരെ വിയർപ്പിൽ മുങ്ങി നിൽക്കും. വമിൻകും മയഖൂനു ഇലാ ഖവൈഹി വൻഹും യുൽജിമുൽ അർഖു ബിൽ ജാമ, ചില ആളുകൾ അവരുടെ കഴുത്തുവരെ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന, വായ വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും. എന്നിട്ട് അവിടേക്ക് പ്രവാചകൻ കൈ ചൂണ്ടി കാണിച്ച് സഹാബത്തിന് കൊടുത്തു എന്ന് ഇമാം മുസ്ലിം 2864 നമ്പറായി ഹദീസിൽ നമുക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ കാണാൻ കഴിയും. ഇന്ന് ചൂട് വരുമ്പോ നിഴൽ തേടി നമുക്ക് പോകാം, മരത്തണൽ തേടി പോകാം, വീട്ടിൽ കയറി അഭയം പ്രാപിക്കാം. പള്ളിയിൽ AC വിട്ടാൽ നമ്മൾ അവിടെ സ്വസ്ഥമായി നമുക്ക് ഇരിക്കാൻ കഴിയും. നമ്മുടെ സ്വന്തം വിയർപ്പിൽ നിൽക്കുന്ന മഹ്ശറ എന്ന് പറയുന്ന ആ മൻസഭയിൽ അവിടെ നമുക്ക് ആരുണ്ട് സഹായത്തിന്? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തണലല്ലാതെ ഒരു തണലും ലഭിക്കാത്ത, റബ്ബിന്റെ തണലല്ലാത്ത ഒരു തണലും ലഭിക്കാത്ത പരലോകത്ത് ആ ചൂടിനെ കുറിച്ചും ആ അവസ്ഥയെ കുറിച്ചും ചിന്തിക്കുവാനും അർശിന്റെ തണൽ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെന്ന്, അതിനനുസരിച്ച് പ്രവർത്തന സജ്ജമാകാനും നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കാൻ ഇന്നത്തെ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ അതൊരു കാരണമായി തീരേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, സൂര്യന്റെ ചൂട് എത്ര സഹിക്കാൻ കഴിയാത്ത പ്രയാസമാണ്. ഈ സൂര്യനെ നമ്മൾ നോക്കൂ, ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ ഒരു ഫുട്ബോളിന്റെ അത്രയേ ഉള്ളൂ, അത്ര വലിപ്പമേ നമ്മൾ കാണുന്നുള്ളൂ, ഇല്ലേ? ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പത്തെ കുറിച്ച് പറയുന്നത് എത്രയാണ്? ഏകദേശം 13.5 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ വ്യാപ്തിയുള്ള സൂര്യൻ
ആ സൂര്യനെ നമ്മൾ കാണുമ്പോൾ ഒരു ഫുട്ബോളിന്റെ വലിപ്പമായി കാണുന്നുണ്ടെങ്കിൽ അത്രയും വിദൂരത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂട് പോലും നമുക്കിവിടെ അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത്രയും വലിയ സൂര്യനെ സൃഷ്ടിക്കാൻ കഴിവുള്ള ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന് നരകം സൃഷ്ടിക്കാൻ എന്തു പ്രയാസമാണുള്ളത് എന്ന് ചിന്തിക്കാൻ നമുക്ക് കാരണമാകണം ഈ സമയം. സഹോദരങ്ങളെ, നരകം അന്നാറു ഹഖ്കുൻ, പ്രവാചകൻ പറഞ്ഞു നരകം സത്യമാണ്. അതൊരു കളിതമാശയല്ല, അത് വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, അത് സത്യമാണ്. ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദ. ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഓതി വെച്ച വചനമാണ്. തീർച്ചയായും കത്തിച്ചൊലിക്കുന്ന സ്ഥലമാകുന്നു നരകം. അത് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഈ പകലെത്ര സത്യമാണോ അതുപോലെ സത്യമാണ് നരകം എന്നത്. അതുകൊണ്ട് ആ നരകം കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും. അവിടേക്ക് അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നരകത്തീയിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടാൻ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ചൂട് നമുക്ക് കാരണമായി തീരണം. റസൂലുള്ളാഹി പറഞ്ഞു, നാർക്കും ജുസുഉം മിൻ സബഈന ജുസുഅം മിൻ നാരി ജഹന്നം. നരകത്തിന്റെ തീ എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ തീയേക്കാൾ 70 ഇരട്ടിയുണ്ട്, 69 ഇരട്ടിയുണ്ട്. എന്ന് പറഞ്ഞാൽ 70 ഭാഗമാണ് നരകത്തിന്റെ തീയുടെ ചൂടെങ്കിൽ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് നമ്മൾ ഈ ദുനിയാവിലെ തീയുടെ ചൂട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലുള്ളാഹി, സഹാബത്ത് ചോദിച്ചത് കേട്ടപ്പോ, ഇൻ കാനത്തിലെ കാഫിയ നബിയെ, ഈ ദുനിയാവിലെ തീ തന്നെ പോരെ ശിക്ഷിക്കാൻ? അതത്ര തന്നെ മതിയായതല്ലേ? ഖാല ഖുല്ലത്ത് അലൈഹിന്ന ബിതിസ്അത്തിൻ വതിസ്ഈന ജുസ്ആ. അതിന്റെ 69 ഇരട്ടി ഈ ദുനിയാവിനേക്കാൾ തീക്ക് ചൂടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലുഹുന്ന മിസ്ല ഹർരിഹാ. അതിന്റെ ഓരോ ഭാഗവും അത് അതുപോലെ തന്നെ ഇരട്ടി ഇരട്ടി ചൂടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിമും ബുഖാരിയും ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹോദരങ്ങൾ, ആലോചിച്ച് നോക്കൂ, ഈ നരകം എത്ര ഭയാനകമാണ്, എത്ര ഭീതിജനകമാണ്. ഒരു മെഴുകുതിരിയുടെ ചൂട് പോലും നമുക്ക് സഹിക്കാൻ കഴിയൂല. നമ്മുടെ കൈയൊന്ന് പൊള്ളിയാൽ, അല്ലെ, നമ്മുടെ അയൺ ബോക്സിൽ തട്ടി നമ്മുടെ കൈയൊന്ന് പൊള്ളിക്കഴിഞ്ഞാൽ എത്ര വേദന നമ്മൾ അനുഭവിക്കും. അതുപോലും സഹിക്കാൻ കഴിയാത്ത, ഈ ചൂട് പോലും നമുക്ക് സഹിക്കാൻ കഴിയാത്ത നമ്മൾ ആ നരകത്തെ എത്ര ഗൗരവത്തിൽ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്കറിയാം. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, അതിനെക്കുറിച്ച് പരലോകത്ത് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഏറ്റവും ചെറിയ ശിക്ഷ 2 തീക്കനൽ അല്ലെങ്കിൽ 2 ചെരുപ്പ്, തീയാലുള്ള 2 ചെരുപ്പ് കൊടുക്കുമ്പോൾ അത് ധരിക്കുന്ന ആ മനുഷ്യന്റെ തലച്ചോറ് അതിന്റെ ചൂട് കാരണം ഇളകി മറിയുമാറ് അത്ര കഠിനമായിരിക്കും. ആ മനുഷ്യൻ വിചാരിക്കുന്ന നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഞാനാണ് അനുഭവിക്കുന്നതെന്നാണ്. അത്ര ഭീതിതമായ ഒരു നരകം. ആ നരകം അന്നാറു ഹഖ്കുൻ, അത് സത്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സഹോദരങ്ങളെ, എത്ര ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഉച്ചവയിൽ അല്പനേരം നിൽക്കാൻ കഴിയാത്ത നമ്മൾ ഈ ദുനിയാവിന്റെ 70 ഇരട്ടി ചൂടുള്ള നരകത്തിൽ നിന്ന് മാറാൻ വേണ്ടി ഈ പൊള്ളൽ ഒരു മുന്നറിയിപ്പായി കാണാൻ നമുക്കതൊരു കാരണമായി തീരണം. റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ. നരകത്തിൽ പോകുന്ന അവിശ്വാസികളായ ധിക്കാരികളായ ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ, തീയാലുള്ള വസ്ത്രം അവർക്ക് മുറിച്ചു കൊടുക്കപ്പെടും. യസുബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. ചുട്ടുപൊള്ളുന്ന വെള്ളം അവരുടെ മീതെ തലയിലേക്ക് ചൊരിഞ്ഞു കൊടുക്കപ്പെടും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്. അവരുടെ ചർമ്മങ്ങളും അവരുടെ വയറുകളും ഒക്കെ അത് മുഖേന ഉരിഞ്ഞു പോകുന്നു. അത്ര ഭയാനകമായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആനാണ്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, കല്ലാ ഇന്നഹാ ലളാ നസ്സാഅത്തൻ ലിശബാ. നരകത്തിന്റെ തീ അതികഠിനമാണ്, അത് തലയുടെ തൊലി ഉരിച്ചു കളയുമാർ ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പ്രിയമുള്ളവരെ ചിന്തിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, വമിൻഹും മൻ തഖുദുഹു നാർ ഇലാ കഅബൈഹി. ആ നരകത്തിന്റെ തീ ഞെരിയാണി വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. വമിൻഹും മൻ തഖുദു നാർ ഇലാ റുക്ബതിഹി. അരവരെ ആ നരകത്തിന്റെ തീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ നരകത്തിലുണ്ട്. വമിൻഹും മൻ തഖുദു നാർ ഇലാ ഉജ്സതിഹി. അവന്റെ കഴുത്തുവരെ, പിരടി വരെ നരകത്തീ അനുഭവിച്ചുകൊണ്ട്, കഴുത്തല്ലുവരെ നരകത്തീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. തൊണ്ടക്കുഴി വരെ നരകത്തിന്റെ തീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നരകത്തിലുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇമാം മുസ്ലിം 2845 ഹദീസാണ്. സ്വഹീഹായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കണ്ടു. ആ നരകത്തിന്റെ ഗൗരവം നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് ഈ ചൂടനുഭവിക്കുന്ന, ഈ ഉഷ്ണം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ ഓരോ തിന്മയിൽ നമ്മളെ നരകത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിസാരമായി കാണുന്ന ഹറാമുകളും അതുപോലെ അനാവശ്യമായ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങളും നമ്മളുടെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
അത് നരകത്തിലേക്ക് നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നമ്മൾ നിന്ന് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയും നന്മയിൽ മുന്നേറുകയും ചെയ്യേണ്ട ഗൗരവം മനസ്സിലാക്കാൻ ഈ സാഹചര്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത്തരം ആളുകൾ അതിനെ നിസാരവൽക്കരിക്കുന്നവരെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. റബ്ബ് തന്നെയാണ് സത്യം. ലനഹ്ശുറന്നഹും വശയാതീൻ, അവരെയും പിശാചുക്കളെയും അള്ളാഹു നാളെ പരലോകത്ത് ഒരുമിച്ച് കൊടുക്കുക തന്നെ ചെയ്യും. സുമ്മ ലനഹ്ദുറന്നഹും ഹൗല ജഹന്നമ ജിസിയ്യ, ആ നരകത്തിന്റെ വക്കിലേക്ക് അവരെ മുട്ടുകുത്തിയവരായി നരകത്തിന്റെ വക്കിലേക്ക് കൊണ്ടുവരപ്പെടും. സുമ്മ ലനൻസിഅന്ന മിൻ കുല്ലി ശിഅത്തിൻ അയ്യുഹും അശദ്ദു അലർ റഹ്മാനി ഇതിയ്യ, എന്നിട്ട് അള്ളാഹു അതിലുള്ള ഓരോ വിഭാഗത്തെയും അള്ളാഹു അവരുടെ തിന്മകളുടെ ഗൗരവത്തിൽ വേർതിരിക്കപ്പെടും. അള്ളാഹ് പറയാണ്, ആ നരകത്തിലേക്ക് ആരെയൊക്കെ എറിയണമെന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഈ ഗൗരവം മനസ്സിലാക്കി ജീവിതത്തിൽ നിന്ന് തിന്മകളെ മാറ്റിവെച്ച് നന്മകളിൽ മുന്നേറാൻ നമുക്ക് കഴിയണം. ഇവിടെയുള്ള ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കും. അതുപോലെ AC ഉപയോഗിക്കാം, ഫാൻ ഉപയോഗിക്കാം, അതുപോലെയുള്ള സാഹചര്യം, മരത്തണലുകൾ നമുക്ക് ഉപയോഗിക്കാം, കൂളറുകൾ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും സഹോദരങ്ങളെ, നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഓരോരുത്തരും ആത്മാർത്ഥമായി ഞാൻ ഉൾപ്പെടെ ശ്രമിക്കേണ്ട ഈ സാഹചര്യത്തെ ആ നിലക്ക് ഗുണപാഠമായി ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരിക്കലും നന്മകൾക്ക് തടസ്സമായി ചൂടിനെ നമ്മൾ അവതരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. തബൂക്ക് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പോകാൻ ഓർഡർ വരുമ്പോൾ പല മുനാഫിക്കുകളായ ആളുകളും പിന്തിരിഞ്ഞു നിന്നത് ചൂടിന്റെ കാരണം പറഞ്ഞിട്ടാണ്. അവരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, ഫരിഹൽ മുഖല്ലഫൂന ബിമഖ്അദിഹിം ഖിലാഫ റസൂലുള്ളാഹി ഖരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവരുടെ സ്വത്തും അവരുടെ സമ്പത്തും ഉപയോഗിച്ച് റബ്ബിന്റെ മാർഗത്തിലേക്ക് പോകുന്നു പിന്തിരിഞ്ഞുകൊണ്ട് പുളകം കൊണ്ടിരുന്ന ചില ആളുകളുണ്ട്. അവർ കാരണം പറഞ്ഞിരുന്നാണ് ചൂടാണ്, വല്ലാത്ത ഉഷ്ണമാണെന്നൊക്കെ കാരണം പറഞ്ഞിട്ടാണ് അവർ ഇരുന്നത്. പ്രവാചകൻ പറയുകയാണ്, അവരോട് പറയുക നബിയെ, നരകത്തിന്റെ ചൂട് അതികഠിനമാണ് എന്ന് പറയുക എന്നതാണ്. ചൂടിന്റെ ഭയാനകത പള്ളിയിലേക്കുള്ള ദൂരം നമ്മളെ കൂട്ടുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കുള്ള ദൂരവും അതുകൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ചൂടൊരിക്കലും നന്മയ്ക്കുള്ള തടസ്സമാകരുത്. നന്മയ്ക്ക് ഇരട്ടിയായി പ്രതിഫലം നൽകാനുള്ള അവസരമായിട്ടാണ് ഈ ചൂടിനെ നമ്മൾ കാണേണ്ടത്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് കുറച്ച് ആളുകളുമായി ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്ന സമയത്ത് ആ ആളുകൾ ഇങ്ങനെ ചൂട് വന്നപ്പോ ഒരു സ്ഥലത്തേക്ക് മാറി വിശ്രമിക്കാനായിട്ട് കയറി നിന്നപ്പോ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് കരയുകയാണ്. അദ്ദേഹം കരയുന്നതിന്റെ കാരണം, ഈ ചൂട് പോലും മനുഷ്യന് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭയാനകരമായ നരകം എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്നാലോചിച്ചാണ് അദ്ദേഹം കരഞ്ഞത് എന്ന് കാണാൻ കഴിയും. നന്മകളിൽ നിന്ന് ഒരിക്കലും ചൂട് നമ്മളെ പിന്നോട്ട് വലിക്കാൻ പാടില്ല. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്, യാത്രയിൽ അല്പം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിശ്രമിക്കുന്ന സമയത്ത് ഒരു ആട്ടിടയൻ വന്നു. അദ്ദേഹത്തിന് ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചു. ആ മനുഷ്യൻ പറയുന്നുണ്ട്, എനിക്ക് നോമ്പാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇത്രയും കഠിനമായ ചൂടിലാണോ നിങ്ങൾ? ഓ, ഈ ചൂട് അല്ല. അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അടുത്ത് എനിക്കിതൊരു ഗുണമായി ഇരട്ടി പ്രതിഫലമായി ലഭിക്കണമെന്ന ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് ആ നോമ്പിൽ തുടരുന്ന ആ മനുഷ്യൻ നോക്കി അത്ഭുതപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഖുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്റഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ച, ഖുർആൻ അല്ലാഹ് പറഞ്ഞതാണ്, മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ പ്രതിഫലമായി ആനന്ദത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് സ്വർഗത്തിൽ വെച്ച് സത്യവിശ്വാസികളോട് അല്ലാഹു പറയുന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ചൂടുകാലത്ത് നോമ്പിന് ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് തിരിച്ചറിയണം. അത് സുന്നത്തായ നോമ്പുകൾ, തിങ്കളും വ്യാഴമാണെങ്കിലും അയ്യാമുൽ ബീദിന്റെ നോമ്പാണെങ്കിലും ഇതൊക്കെ നിർവഹിക്കുന്നത് നാളെ പരലോകത്ത് നമുക്ക് തണുപ്പ് ലഭിക്കാനുള്ള കാരണമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ പേർഷ്യയിലെ സിറിയയിൽ പ്ലേഗ് വ്യാപിച്ച സമയത്ത് പ്ലേഗ് ബാധിച്ചിട്ടാണ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കൂടെ ഭാര്യയും മക്കളും ഒക്കെ കൂടെ ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു കവിത ചെല്ലുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത്, ഈ മഴയും വെള്ളവും, ഞാൻ ശേഖരിച്ചു വെച്ച വെള്ളമോ അരുവികൾ തേവി നനച്ചു വളർന്ന സമ്പാദ്യങ്ങളോ ഒന്നുമല്ല എന്റെ ആഗ്രഹം. ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, ദുനിയാവിൽ ചൂടുള്ള പകലിൽ നോമ്പെടുക്കുക എന്നതാണ് എന്റെ ആഗ്രഹം. രണ്ടാമത്തത് രാത്രി നമസ്കാരവും. മൂന്നാമത്തത് പണ്ഡിതന്മാരുടെ മജ്ലിസുകളിൽ പങ്കെടുത്ത് ദീന് പഠിക്കുക. ഇതാണ് എന്റെ ദുനിയാവിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ് അള്ളാഹുവിന് സാക്ഷി നിർത്തി
മുആദ് ബിൻ ജബൽ റളിയല്ലാഹു ലോകത്ത് വിട പറയുമ്പോൾ റബ്ബിനോട് പറയുന്നുണ്ട്, റബ്ബേ നിന്നെ ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഈ മരണപ്പെടുന്ന സമയത്ത് നിന്റെ കാരുണ്യത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ, നരകത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തെ ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹു നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിയാളുന്ന നരകത്തിൽ നിന്ന്, മനുഷ്യ കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന പരിശുദ്ധ ഖുർആന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ സജ്ജമാക്കാൻ, തർബിയത്ത് നടത്താൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാവരും ദുനിയാവിന്റെ വല്ലാത്തൊരു പിടുത്തത്തിലാണ് ഇന്നത്തെ കാലത്ത് ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ദുനിയാവിന്റെ ആഗ്രഹങ്ങളും ദുനിയാവിന്റെ മോഹങ്ങളും നേടിയെടുക്കുക എന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, അൾട്ടിമേറ്റ് ലക്ഷ്യമായി നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായി കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ സമൂഹം, യുവതലമുറകളൊക്കെ കൂടുതലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷയ്ക്ക് വിജയിക്കാനായി എത്രയോ സമയങ്ങൾ നമ്മൾ ഇരുന്ന് പഠിക്കുന്നു, രാത്രിയിൽ ഇരുന്ന് പഠിക്കുന്നു, ഉറക്കമൊഴിച്ച് പഠിക്കുന്നു. അതുപോലെ തന്നെ ഈ ശരീരം വാടിത്തളരുന്ന ചൂടിൽ പോലും നമ്മൾ പകലിൽ അധ്വാനിക്കുന്നതിനാണ്, നമ്മൾക്ക് സമ്പാദിക്കാൻ വേണ്ടി, എനിക്ക് ദുനിയാവിൽ സുഖമായി ജീവിക്കുവാൻ വേണ്ടിയാണ്. ഇഷ്ടമുള്ള ഭക്ഷണം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭക്ഷണം കഴിക്കാതെ പോലും നമ്മൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദുനിയാവിന്റെ ചില മോഹങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്. നോക്കൂ, നിങ്ങൾ ഇലക്ഷന്റെ റിസൾട്ട് വരാൻ പോവാണ്. ഇലക്ഷന്റെ സമയത്ത് മണ്ഡലങ്ങൾ പിടിക്കാൻ വേണ്ടി അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി നമ്മൾ ഈ ലോകത്ത് ഓടിമറിഞ്ഞ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ദുനിയാവിലെ ചില ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ അത്യധ്വാനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. നമുക്കൊരു വീട്, നമുക്കൊരു വാഹനം, നമുക്കൊരു വസ്ത്രം, നമുക്കൊരു ബൂട്ട്സ്, നമുക്കൊരു ചെരുപ്പ്, അതുപോലെയുള്ള ചെറുതും വലുതുമായ നൂറായിരങ്ങൾ സ്വപ്നങ്ങൾ, അത് നിറവേറ്റുവാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ഓരോ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ പൂവണിയുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി എന്ന് നമ്മുടെ മനസ്സുകളിൽ പെരുമറ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. നൈമിഷികമായ ഈ ലോകത്ത് നമ്മളുടെ ദുനിയാവിന്റെ മോഹങ്ങൾ നെഞ്ചിലേറ്റി അത് പൂവണിയുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നും അതെങ്ങാനും നിറവേറിയിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ ലോകത്തെ ജീവിതം നഷ്ടമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു യുവതലമുറ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് പല ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ടാണ് എത്രയോ വിവാഹമോചനങ്ങൾ നടക്കുന്നത്. എത്രയോ ആളുകൾ അവരുടെ ദുനിയാവിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി അത് നടന്നിട്ടില്ലെങ്കിൽ ജീവിതമേ നഷ്ടപ്പെട്ടു പോയി, ഞാൻ വിചാരിച്ച പഠനം എനിക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതം നഷ്ടമാണ്, എനിക്ക് പോകാൻ കഴിഞ്ഞത്, കാണാൻ ആഗ്രഹിച്ച സ്ഥലങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതം എനിക്ക് നഷ്ടമാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു യുവതലമുറ ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം അള്ളാഹു പറയുന്നു, അത്തരം ചിന്തകളുള്ള ആളുകൾ മനസ്സിലാകുക, ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഐഹിക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ആളുകൾ, പരലോകമാണ് ശാശ്വതമായ ലോകം എന്നല്ലാഹു പഠിപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ദുനിയാവിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ചെയ്യുന്ന പരിശ്രമത്തിന്റെ എത്ര ശതമാനം നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാറുണ്ട്? പള്ളിയിലേക്ക് വരുന്നതിന് എത്ര ആത്മാർത്ഥം നമ്മൾ ദുനിയാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര ശതമാനം ആഖിറത്തിന് വേണ്ടി, ഈ നരകത്തിൽ നിന്ന് മോചിതമാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് ആലോചിക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളോട് നരകമുണ്ട്, അല്ലെങ്കിൽ നരകത്തിന് ശേഷം അതുപോലെ തന്നെ മരണമുണ്ട്, മരണത്തിന് ശേഷം ഒരു ഖബറുണ്ട്, അതിനുശേഷം സ്വർഗവും നരകവും വരാനുണ്ട്, ഇതൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതെല്ലാം അറിയുന്നവരാണ് നമ്മൾ. എന്നാൽ പിന്നെ നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ്? നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിലും സ്വർഗത്തിൽ പോകും, നെവർമൈൻഡ് ചെയ്താലും നരകത്തിൽ ഞാൻ രക്ഷപ്പെടും. ഇത്തരം ഒരു കാഴ്ചപ്പാട് പലരെയും പിടികൂടിയിട്ടുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കണം. കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുറച്ചൊക്കെ അധ്വാനിക്കാതെ ഒരിക്കലും സ്വർഗം ലഭിക്കുമെന്ന ഒരേ വിശ്വാസം നമ്മൾ കൊണ്ടു നടക്കരുത്. കൈ നനയാതെ മീൻ പിടിക്കാൻ കഴിയില്ല എന്ന് ഭൗതിക വിഷയത്തിൽ നമ്മൾ വാചാലനാകുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് സഹോദരങ്ങൾ, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇങ്ങനെ വക്ക് മുസ്ലിങ്ങളായി ഇസ്ലാമിന്റെ വക്ക് പിടിച്ച് മുന്നോട്ട് പോയാൽ സ്വർഗത്തിൽ മുസ്ലിം പേരുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. അതിന് അധ്വാനിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രാത്രി സമയം കൂടി യാത്ര ചെയ്താലേ തനിക്ക് തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാകുന്ന ഒരു മനുഷ്യൻ തന്റെ ശത്രുവിനെ
ഭയപ്പെട്ടുകൊണ്ട് ആ രാത്രിയിൽ അവൻ കടന്നുറങ്ങുകയോ ആലസ്യത്തിൽ പെട്ടുപോവുകയോ ചെയ്യുകയില്ല. അവൻ ആ രാത്രിയിലൂടെ യാത്ര ചെയ്താലേ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. അവസാനം വരെ ലക്ഷ്യത്തിന് വേണ്ടി യാത്ര ചെയ്യാതെ അവനിങ്ങനെ ജീവിച്ചു പോയാൽ അവസാനം ലക്ഷ്യം നേടാൻ അവർക്ക് സാധിച്ചു എന്ന് വരില്ല എന്ന പ്രവാചകന്റെ വചനം പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ അത്യാധ്വാനം ചെയ്താൽ മാത്രമേ സ്വർഗത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു അത്തരം വിശ്വാസികൾക്ക് നൽകുന്ന സ്വർഗം അമൂല്യമാണ്. അതമൂല്യമായ ആ സ്വർഗം നേടിയെടുക്കാൻ, അത് സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം. ആ സ്വർഗത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, റബ്ബിന്റെ സ്നേഹത്തിന് വേണ്ടി ആ സ്വർഗീയ ലോകത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ, അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അത് കഴിയുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ് സഹോദരങ്ങളെ? നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊന്ന് ഷോപ്പിങ്ങിന് പോയാൽ എത്ര ആയിരം രൂപ നമുക്ക് ചെലവാക്കേണ്ടി വന്നാലും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ എത്ര ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നാലും നമുക്കൊരു പ്രയാസവുമില്ല. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു 10 രൂപ കൊടുക്കുമ്പോ, ഒരു 10 രൂപ, ഒരു 100 രൂപ കൊടുക്കുമ്പോ നമ്മുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ? ഒരു വെറുപ്പുണ്ടാകുന്നുണ്ടോ? അത് തന്നെ അതിന്റെ തെളിവാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എവിടെ നിൽക്കുന്നു എന്നറിയാനുള്ള തെളിവാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മണിക്കൂറുകളോളം ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനും അതിലെ പലതും കണ്ട് തീർക്കുവാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് പോലും ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? റമദാനൊക്കെ ശേഷം നമ്മൾ ആലോചിക്കുക, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം, എത്ര നമ്മൾ ഖുർആന് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്. ഒരു 10 മിനിറ്റ് എങ്കിലും ദിവസത്തിൽ ഖുർആൻ ഓതാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. വിനോദങ്ങൾ കാണുവാനും ആസ്വദിക്കുവാനും അതിനുവേണ്ടി മുൻസീറ്റുകൾ അന്വേഷിക്കുന്ന നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പിന്നിലേക്ക് പോകുന്നത്? പ്രായമായ അസുഖമായ ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പോലും ഇല്ലേ, നമ്മൾ പള്ളിയിലായതുകൊണ്ടാണ് ഈ ഉദാഹരണം എപ്പോഴും പറയുന്നത്. എന്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നില്ല? മുൻസഫിലേക്ക് കയറിയിരിക്കാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല. അല്ലെ, ചാരി ഇരുന്ന് അശ്രദ്ധമായും എന്തുകൊണ്ടിരിക്കുന്നു. നന്മകളുടെ കാര്യത്തിൽ അതിന്റെ നന്മകളെ തേടി മുന്നേക്ക് വരാൻ നമുക്ക് സാധിക്കും. നമ്മളൊരു സ്റ്റേഡിയത്തിൽ കയറിയാൽ അതിന്റെ മുൻ സീറ്റ് നമ്മൾ ആഗ്രഹിക്കും. അതുപോലെ വിനോദങ്ങൾ കാണാൻ അതിന്റെ മുന്നിൽ എത്താൻ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല? നമ്മുടെ കടപ്പാടുകൾ പോലും നിർവഹിക്കുവാൻ, നമ്മുടെ ബാധ്യതകൾ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുമെന്നല്ലാതെ പള്ളിയോടുള്ള ബാധ്യത നിർവഹിക്കാൻ, നല്ല പണമുണ്ടാകും, സമ്പത്തുണ്ടാകും, കൊടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല? സഹോദരങ്ങളെ, ഇത് തന്നെയാണ് അതിന്റെ അടയാളങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞത്. നമ്മളുടെ ലക്ഷ്യം ദുനിയാവാണോ പരലോകമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വചനമുണ്ട്, വഹും യസ്തരിഖൂന ഫീഹാ. ചില ആളുകൾ മുറവിളി കൂട്ടും, ആ നരകത്തിൽ കടന്ന് മുറവിളി കൂട്ടും. ഇത്തരം ഇതിനെയെല്ലാം ആലസ്യത്തിൽ ജീവിച്ച് അവഗണിച്ചുകൊണ്ട് അശ്രദ്ധയിൽ ഓഫിനത്തിലായി ജീവിച്ച ആളുകൾ അവർ മുറവിളി കൂട്ടും, റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ. അവിടെ നടക്കുന്ന കാര്യം പച്ചയായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തരികയാണ്. അവര് പറയുന്ന വാക്കെന്താണെന്നറിയോ? റബ്ബേ, ഞങ്ങളോട് അനീതി കാണിച്ചെന്ന് പറയില്ല. അവര് പറയുന്നത്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു റബ്ബേ, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കുമോ? ഒന്നുകൂടി ഒരു സെക്കൻഡെങ്കിലും ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് ഒന്ന് വരാൻ, ഇതുപോലെ ഒരു ഖുത്ബ, ഇതുപോലെ ഒരു യൗമുൽ ജുമുഅ, ഇതുപോലെ ഒരു റമദാൻ, ഇതുപോലെയുള്ള ദിനരാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു കിട്ടാൻ കൊതിച്ചു പോകുന്ന ഒരു ലോകം നമ്മുടെ മുന്നിൽ വരാനുണ്ട്. അള്ളാഹ് ചോദിക്കുകയാണ്, ഇപ്പോഴെവിടുന്നാണ് എനിക്ക് ഓർമ്മ വന്നത്? ഇത് ഓർക്കാനുള്ള അവസരം ദുനിയാവിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കും. വജാഅക്കും നദീർ, നിങ്ങളിലേക്ക് താക്കീതുകാരൻ വന്നില്ലേ? വഅളുകളായി, ഖുതുബകളായി, പ്രവാചകന്മാരായി, പരിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങളിലായി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്രയോ വചനങ്ങൾ കടന്നു വന്നു. പക്ഷേ ഈ അക്രമികൾക്ക് യാതൊരു സഹായവും ഇവിടെയില്ല എന്ന് പറയുന്ന ഒരു രംഗം നാളെ പരലോകത്ത് വരാനുണ്ട് എന്നത് പരിശുദ്ധ ഖുർആൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. തിരിച്ചറിയുക, ഉൾക്കൊള്ളുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പരലോകത്തിന്റെ കാര്യത്തിൽ കൈനനയാതെ മീൻ പിടിക്കാമെന്ന് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ വിഡ്ഢിത്തമാണ്. ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന് വേണ്ടി കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് വളരെ സ്നേഹത്തോടെ, ദയോടെ കൂടി, നസീഹത്തോടു കൂടി പറയുന്ന ഒരു വാക്കുണ്ട്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നീലക്കും നാസിഹുൻ, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷയുള്ളവനാണ്, ഇന്നി അലൈക്കും ഷഫീഖുൻ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ വലിയ ദയയുള്ള വ്യക്തിയാണ്. വളരെ ആത്മാർത്ഥമായി ജനങ്ങളോട് സ്നേഹത്തോടു കൂടി അദ്ദേഹം പറയാണ്, സല്ലൂ ഫി ളുൽമത്തിൽ ലൈലി വഹ്ശത്തിൽ ഖുബൂർ,
ഖബറിന്റെ ഇരുട്ടുകൾ, ഏകാന്തതയെ ഭയന്നുകൊണ്ട് രാത്രിയുടെ ഇരുട്ടുകളിൽ നിങ്ങൾ നമസ്കരിക്കുക. അതുപോലെ തന്നെ വസൂമു ദുനിയ ലിഹർരി യൗമിൻ നുശൂർ, അതുപോലെ തന്നെ കഠിനമായ ചൂടിനെ ഭയന്ന് ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. വതസദ്ദഖു മഖാഫത യൗമിൻ അസീർ, വളരെ പ്രയാസകരമായ വിചാരണ നാളിനെ പേടിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ നിർവഹിക്കുക. എവിടം വരെ? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം തൊണ്ടക്കുഴിയിൽ വരുന്നതുവരെ ഇബാദത്തുകളിലും വിശ്വാസമുറച്ച് കർമ്മനിരതരായി മുന്നോട്ട് പോവുക. ഇതാണ് നമുക്ക് ഇസ്തിഖാമത്തിന്റെയും രക്ഷയുടെയും മാർഗം എന്ന് അദ്ദേഹം ഉണർത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ സജ്ജമാക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അള്ളാഹ് വളരെ വേദനയോടുകൂടി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്നത്തെ പിരിവ് ഇൻഷാ അള്ളാഹ് നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു സഹോദരിക്ക് വേണ്ടിയിട്ടാണ്. സഹോദരിയുടെ നട്ടലിന് ക്യാൻസർ ബാധിച്ച് വളരെ അതീവമായ ഗുരുതരമായ ഒരു അവസ്ഥയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നട്ടലിന് ക്യാൻസർ ബാധിച്ച ആ രോഗത്തിന്റെ ഗൗരവം നമുക്കറിയാം, ഇത്ര പ്രയാസമാണ്. ഒരു സർജറി പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി അവർക്കുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരുടെ ഭർത്താവ് ഒരു സാധാരണ കുടുംബമാണ്. ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. അവർക്ക് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ ഭാര്യയുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ഇപ്പം ആ ഭാര്യയുടെ കാര്യങ്ങൾ സഹായിക്കാൻ വേണ്ടി കൂടെ തന്നെ നിൽക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ചികിത്സയ്ക്ക് വമ്പിച്ച ഒരു ചെലവുണ്ട്. ഇത്തരം ചെലവുകൾ വരുമ്പോൾ ഒരു സാധാരണ കുടുംബം എത്ര സ്ട്രഗിൾ ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസുണ്ട്, ഒരു മുസ്ലിം തന്റെ മറ്റൊരു മുസ്ലിമിന്റെ ഒരു പ്രയാസം നീക്കിക്കൊടുത്താൽ, അതിനുവേണ്ടി പരിശ്രമിച്ചാൽ, അള്ളാഹു നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ ഒരു പ്രയാസം നീക്കുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മളുടെ ഒരു വിഹിതം, എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ ഒരു വിഹിതം ആ സഹോദരി കൂടി ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവർക്ക് കൂടി അവകാശമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട്, നമ്മളുടെ ഓരോ സഹായവും അവർക്ക് തണലാകുമെന്ന് മനസ്സിലാക്കി എല്ലാവരും ആത്മാർത്ഥമായി ആ സഹോദരിക്ക് വേണ്ടി, ഇന്നത്തെ ബക്കറ്റ് വരും അതിനുവേണ്ടിയുള്ളതാണ്, സഹായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മുടെ സഹായങ്ങളെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരിയുടെ രോഗം അല്ലാഹു ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് ആ സഹോദരിക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഒരു പ്രവർത്തകന്റെ കൊച്ചാപ്പ, അതുപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ, രണ്ടുപേരും സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, പ്രയാസത്തിലാണെന്ന് അറിയിപ്പിച്ചു. എല്ലാവരും ആത്മാർത്ഥമായി ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, അവരുടെ രോഗങ്ങളെല്ലാം അള്ളാഹു ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടമരണത്തിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, ഇൻഷാ അള്ളാഹ് 3-ാം തീയതി ഞായറാഴ്ച എൻട്രൻസ് എക്സാം നടക്കുകയാണ്. നമ്മുടെ കുറെ കുട്ടികൾ ആ എക്സാമിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹു വളരെ എളുപ്പത്തിൽ എക്സാം എഴുതുവാനും ഓർമ്മശക്തി ലഭിക്കുവാനും എല്ലാ രൂപത്തിലുമുള്ള അള്ളാഹുവിന്റെ സഹായവും അനുഗ്രഹവും ആ വിദ്യാർത്ഥികൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, റമദാൻ ഫീസിന്റെ ഉത്തരക്കടലാസ് ഇൻഷാ അള്ളാഹ് തിരിച്ചേൽപ്പിക്കേണ്ട ദിവസം 10-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അതും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യം ഇൻഷാ അള്ളാഹ് അതിന്റെ ഷെയർ തരാൻ താല്പര്യമുള്ള ആളുകൾ പേര് ഇവിടെ ഏൽപ്പിക്കണമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അർഹമായ പ്രതിഫലം നൽകി മാറുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, ആദർശ ബന്ധുക്കൾ, മാതാപിതാക്കൾ, അള്ളാഹു അവർക്ക് മഹ്ഫിറത്തും റഹ്മത്തിനെയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അമ്നിനെ, നിർഭയത്വത്തെ, വിശപ്പിനുള്ള ഭക്ഷണത്തെ അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب